വാർത്തകളിലേക്ക്. കൂടുതൽ ഗൾഫ് രാജ്യങ്ങളുമായി സ്വതന്ത്ര വ്യാപാര കരാർ ഒപ്പിടാൻ ഇന്ത്യ ചർച്ച തുടരുകയാണെന്ന് കേന്ദ്ര വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ. ഒമാനുമായുള്ള ചർച്ച അന്തിമഘട്ടത്തിലാണ്. എന്നാൽ GCC രാജ്യങ്ങളുമായി ഒരു ഏകീകൃത കരാർ ഇന്ത്യ ലക്ഷ്യമിടുന്നില്ലെന്ന് മന്ത്രി ദുബൈയിൽ മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. We are at an advanced stage of dialogue with Oman, which should conclude soon. Some of the other countries have expressed an interest, but we'll be talking to them, and if we finalize, if we get confidence that that will be good for the Indian economy, surely we are open to free trade agreements with some of the other GCC countries also. UAEയിൽ 2 ദിവസം നീണ്ട സന്ദർശനത്തിന് ശേഷമാണ് കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ദുബൈയിൽ മാധ്യമങ്ങളെ കണ്ടത്. ഇന്ത്യയിലെ വിവിധ മേഖലകളിൽ UAE നിക്ഷേപത്തിന് താൽപര്യമറിയിച്ചിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. Infrastructure is one major sector where they can see huge potential. Data centers and technology, I can clearly see, is a focus area of UAE investors. There was a lot of interest in the banking sector. There was a lot of interest in our startups. There was interest of potential investors in logistics ecosystem in India. They see that as an emerging big market. Green energy, renewable energy is another area where the UAE is very keen to look at investments. ഇന്ത്യയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കാൻ വിവിധ UAE ബാങ്കുകൾ താൽപര്യമറിയിച്ചിട്ടുണ്ട്. മരുന്നുകൾ പരസ്പരം അംഗീകരിക്കുന്നതിന് ഇന്ത്യൻ ഫാർമസി കമ്പനികൾ UAE അധികൃതരുമായി ചർച്ച നടത്തി. കൂടുതൽ ഇന്ത്യൻ ആരോഗ്യ സ്ഥാപനങ്ങൾ UAEയിലേക്ക് പ്രവർത്തനം വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു. ഇന്ത്യ UAE ബിസിനസ് കൗൺസിൽ ചർച്ചയിൽ പീയൂഷ് ഗോയലും UAE വിദേശ വാണിജ്യ മന്ത്രി ഡോക്ടർ സാനി അൽ സയൂദിയും അധ്യക്ഷത വഹിച്ചു. UAE ദേശീയ സുരക്ഷാ ഉപദേശകൻ ഷെയ്ഖ് തഹ്നൂനുമായും പീയൂഷ് ഗോയൽ കൂടിക്കാഴ്ച നടത്തി. മീഡിയ 1 ദുബായ്.